അപ്പൊ നമുക്ക് നോക്കാല്ലേ? നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. ശ്രീജിത്ത് പണിക്കർക്കില്ലാത്ത ഇമ്മ്യൂണിറ്റി ദയവേത് ശ്രീ ജയശങ്കറിന് കൊടുക്കരുത്. നിങ്ങൾ ശ്രീജിത്ത് പണിക്കരോട് എടുത്തൊരു സമീപനമുണ്ട്, അത് ശരിയായ സമീപനം എന്ന അഭിപ്രായക്കാരനാണ്. പക്ഷെ എനിക്ക് നീ ഒരു പുല്ല. അദ്ദേഹത്തെ വലതുപക്ഷ നിരീക്ഷകൻ എന്ന് നിങ്ങൾ പറഞ്ഞു, ഇദ്ദേഹത്തെ ജയശങ്കർ നിങ്ങൾ നിരീക്ഷകൻ എന്ന് മാത്രം പറയും. അത് ശരിയല്ല. എന്താണ് അതിന്റെ ഉദ്ദേശം? പെട്രോൾ ടാങ്കിനടുത്ത് തീപ്പെട്ടുമായിട്ട് വരുന്നോടാ റാസ്കൽ. കൃത്യമായി വിവരങ്ങൾ അറിയാനുള്ള ജനങ്ങളുടെ അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റം കൂടിയാണ്. അത് മാധ്യമങ്ങൾ ശ്രദ്ധിക്കണം. സുപ്രീം കോടതി ജഡ്ജിയോ? നിനക്ക് ഈ ഇളിപ്പാണ് നല്ലത്. എടാ, ദൈവം ഓരോ കാര്യത്തിനും ഓരോരുത്തരെ സൃഷ്ടിച്ചു വിട്ടിട്ടുണ്ട്. വരുന്ന പ്രശ്നം എന്താണ്? അദ്ദേഹം ഒരു സ്വതന്ത്ര നിരീക്ഷകനായി നിങ്ങൾ കൊണ്ടിരുത്തുകയും അദ്ദേഹത്തിന്റെ നാവിലൂടെ ജനങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തെറ്റിദ്ധാരണജനകമായ കാര്യങ്ങൾ പറയുകയും ഞാൻ പറഞ്ഞത് എന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനിയും പല രഹസ്യങ്ങളും പുറത്തു വരും. എനിക്കിത് പറയാൻ മുമ്പ് ഒരു അവസരം കിട്ടാത്തതുകൊണ്ടാണ് ഇതുവരെ പറയാഞ്ഞത്. പി.ടി. തോമസ് അല്ല, അദ്ദേഹത്തിന്റെ നേർ കൈ ചൂണ്ടുന്നവരാണ് അതിനേക്കാൾ വലിയ തെറ്റുകൾ ചെയ്തിട്ടുള്ളത്. ഇനി നിൽക്കേണ്ട വലിയ ഇത് ആളറിയാണ്ടിരിക്കാനാ. അയാൾ ചോദിച്ചാ വേറെ ആളാണെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ തികഞ്ഞ ബോധ്യത്തോടി നെഞ്ചത്ത് കൈവച്ച് പറയുന്നു, പി.ടി. തോമസ് അല്ല, റഹീമിനെ പോലുള്ള ആളുകളാണ് തെറ്റ് ചെയ്യുന്നത്. ഞാൻ കണ്ടതാണല്ലോ. അത് പറയാനായിട്ട് എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമുള്ള? എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അതിന് ഞാൻ ആരെയും പേടിക്കണ്ട. ഞാൻ ഈ രാജ്യത്ത് നികുതി കൊടുത്ത് ജീവിക്കുന്ന ഒരു പൗരനാണ്. ഞാൻ ഇന്ത്യൻ പൗരനാണ്. എന്റെ അധികാരം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടനയിലല്ല, അംബേദ്കർ എഴുതിയ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ എന്റെ പാർട്ടി ജയിക്കുന്ന കാര്യം ഇത് തന്നെ. അതെന്താ അങ്ങനെ? നീയൊക്കെ അല്ലേ എന്റെ കൂട്ടത്തിലുള്ളത്. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.